വെൽക്കം ടു അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കുമ്പളങ്ങിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാടൻ കോഴിക്കറി കുമ്പളങ്ങിയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ നല്ല നാടൻ കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കിലോ ചിക്കൻ, നാടൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുമ്പളങ്ങ, ഇളവൻ ഇട്ട വയ്ക്കാൻ പോകണം. പറമ്പിലുണ്ടായ ഇളവനാണിത്. അത് മേടിക്കുന്നത് ചന്തയിൽ നിന്ന് മേടിക്കുന്നത്, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഇളവനല്ല, നല്ല നമ്മുടെ വീട്ടിലുണ്ടാവണ ഉണ്ടായിട്ടുള്ള ഇളവനാണ്. അപ്പോൾ നമ്മൾ ഈ ഇളവൻ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണത്. അപ്പോൾ നമ്മുടെ ഇളവനത് നന്നായി നുറുക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നന്നായി തിരുമ്പി, അത് നന്നായി തിരുമ്പി അതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്കത് തിരുമ്പി നന്നായി വെക്കണം. ഇവിടെ ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ചെറിയ തക്കാളി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളത് 2 വലിയ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിനാവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല മസാല, നമ്മുടെ എല്ലാ മസാലകളും കൂടിയിട്ടുള്ള മസാലയാണ് ഇത്. പെരുംജീരകവും പട്ടയും കറിയാമ്പും ഒക്കെയുള്ള മസാല, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് വാട്ടിയിട്ട് നമുക്ക് ഇത് ഇടാം. ആവശ്യത്തിന് 3 കതിര് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളത് പാൻ ചൂടായിട്ട് അതിലേക്ക് ഇതെല്ലാം നമ്മുടെ പാൻ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സവാളേനെ ആദ്യം ഇടാം. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളക് ഇടാം, ഇഞ്ചി ഇടാം, നമ്മുടെ വെളുത്തുള്ളി ഇടാം, അത് ചെറുള്ളി ഇടാം. ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇടാം. ഇത് നന്നായി ഇതെല്ലാം നന്നായി വാടിയതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടാനായിട്ട്. അത് നമ്മൾ വിട്ടുപോയി, ഇതിൽ നമ്മൾ തെമ്പാൽ വെച്ചിട്ടാണ്, തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് എടുത്തതാണ് ഈ തേങ്ങാപ്പാൽ. നമ്മുടെ സവോളയും ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ നന്നായി വാടിയുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങയിലത്തെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പിഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് വേറെ വേവിക്കാം. നമ്മുടെ കുമ്പളങ്ങയിലത്തെ ഈ വെള്ളം ഇതിന് പോയിട്ട് കളഞ്ഞിട്ട് കുമ്പളങ്ങ വേവിക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുമ്പളങ്ങ എല്ലാം കളഞ്ഞ് വെച്ച കുമ്പളങ്ങിന് ഇത് നമുക്ക് വേറെ വേവിച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇടാം. നമ്മുടെ മുളകും മല്ലിയും മസാലകളൊക്കെ നന്നായി മൊരിഞ്ഞുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി വെച്ച ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഇളക്കി നന്നായി മസാലയ്ക്ക് ഒന്ന് പിടിപ്പിച്ച് നമുക്കതൊന്ന് കൂട്ടിയിട്ടിട്ട് മൂടി വയ്ക്കാം. വേറെ അങ്ങനെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വേറെ വേവിച്ചിട്ട് നമുക്ക് ഇവിടെ ഇടാം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല സൂപ്പറായി വെന്തുണ്ട്. കുമ്പളങ്ങ ഇടാൻ തോന്നുന്നില്ല, അത്രയും നല്ല ഭംഗിയായിട്ട് ഇത് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് കുമ്പളങ്ങ ഇട്ടുള്ള നാടൻ കറിയാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇപ്പുറത്ത് അത് വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പളങ്ങേനെ ഇതിലേക്ക് തട്ടാം. നമ്മുടെ തെമ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിവിടെ വട്ടയപ്പത്തിൻ്റെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പോൾ ഞങ്ങളിത് ഇന്നിവിടെ ചെയ്യുന്നത് തന്നെ നമ്മുടെ ദനഹ പെരുന്നാൾ വരില്ല, 13-ാം പെരുന്നാൾ, പിണ്ടിക്കുത്തി പെരുന്നാൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനുള്ള കള്ളപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കറി ഉണ്ടാക്കിക്കോണത്.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കള്ളപ്പൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇന്നത് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കള്ളപ്പാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ആ കള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി 13-ാം പെരുന്നാളത്തെ കള്ളപ്പത്തിന് കൂടി കഴിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അവസാനം നമ്മുടെ മസാലപ്പൊടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ മസാലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടിയിടാം നമുക്ക്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല നാടൻ ചിക്കൻ നാടൻ സ്റ്റൈലിൽ കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ചോറിനും ചപ്പാത്തിയും വട്ടയപ്പം അതുപോലെ കള്ളപ്പം എല്ലാത്തിനും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റണമെന്നാണ്. പൊറോട്ടയ്ക്കൊക്കെ ബെസ്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാവരും വെച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ ഒരു കിടിലൻ റെസിപ്പീസായിട്ട് വരുന്നവരേക്കും ബൈ.